സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. ഇന്ന് 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, കാസർഗോഡ് ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? എങ്ങനെയാണ് ജില്ലയിലെ സ്ഥിതിഗതികൾ? കഴിഞ്ഞ 40 മണിക്കൂറുകളിലധികമായി കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലയിൽ ഇന്നും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ഉൾപ്പെടെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലകളിൽ പോകുന്നതിന് കൃത്യമായ വിലക്കുകളുണ്ട്. തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുപോലെ തന്നെ മലയോര മേഖലയിൽ വ്യാപകമായ മണ്ണിടിച്ചിലിന്റെ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഇന്നലെ മധുവാഹിനി പുഴയിൽപ്പെട്ട ഒരു വൃദ്ധയ്ക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചിരുന്നു. ഇന്നലെ തുണി അലക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റ് വീശിയടിക്കുന്നുണ്ട്. ഇത് മരങ്ങൾ കടപുഴുകി വീഴുന്നതിനും ഇലക്ട്രിക് പോസ്റ്റുകൾ താറുമാറാകുന്നതിനും കാരണമാകുന്നുണ്ട്. പലയിടങ്ങളിൽ ഇതുവരെയും ഇത്തരത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ ഈ മഴ കഴിയുന്നതുവരെ ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകരുതെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേശീയപാത പണി നടക്കുന്ന പ്രധാനപ്പെട്ട വീരമലക്കുന്ന്, മട്ടളായിക്കുന്ന് എന്നീ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. ഏത് സമയത്ത് വേണേലും മണ്ണിടിച്ചിൽ ഉണ്ടാകും, ഒരു മിന്നൽ പ്രളയം ഉണ്ടാകും എന്നൊരു സൂചനയാണ് ജില്ലാ ഭരണകൂടം പ്രദേശവാസികൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവർ കൃത്യമായും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NDRFന്റെ സംഘം കഴിഞ്ഞ ദിവസം ഈ ഭാഗങ്ങളിലൊക്കെ എത്തി പരിശോധന നടത്തിയിരുന്നു. ഇവർക്ക് കൃത്യമായ പരിശീലനം ഇവർക്ക് നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായിട്ടാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതിനിടയിൽ ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന മറ്റൊരു സംഭവം ബേബിഞ്ച ഭാഗത്ത്, അതായത് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ബേബിഞ്ച ഭാഗത്ത് വലിയ രീതിയിൽ ഈ റോഡിന് കുറുകെയായി ഇത്തരത്തിൽ വിള്ളലുകൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം മെയിന്റനൻസ് പണികൾ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ അവർ ചില മെയിന്റനൻസ് പണികളൊക്കെ ചെയ്തിരുന്നു. അത് പക്ഷേ പൂർത്തിയായിട്ടില്ല. അത് എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ കർശന നിർദ്ദേശം ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നൽകിയിരുന്നു. എന്തായാലും ഈ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതിര ജോസഫ്, പലയിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. പല വീടുകളിലും വെള്ളം കയറുന്നു. വ്യാപകമായി കൃഷിനാശം ഉണ്ടാകുന്നു. വൈദ്യുത ബന്ധം തകരാറിലാകുന്നു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? എല്ലാ താലൂക്കുകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ പ്രവർത്തനം സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടി താൽക്കാലിക ഷെൽട്ടർ ഹോമുകളും ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ആരെയും അങ്ങോട്ട് മാറ്റിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വ്യാപകമായ മഴയിൽ ചിലർക്ക് വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പക്ഷെ ഇവരാരും ഷെൽട്ടർ ഹോമിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇവരെല്ലാം ബന്ധുക്കളുടെ വീടുകളിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. തലസ്ഥിതി തന്നെയാണ് ഇപ്പോഴും പലരും തുടരുന്നത്. വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾ അവരുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. എന്നിരുന്നാൽ പോലും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ഈ സ്കൂളുകളിലൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വൃത്തിയാക്കുകയും അതുപോലെ തന്നെ അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും വീരമലക്കുന്ന്, മട്ടളായിക്കുന്ന് പ്രദേശത്തുള്ളവരെയും ബേബിഞ്ച ഭാഗത്തുള്ളവരുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയുന്നത്. ഇവർക്ക് മാറി താമസിക്കുന്നതിന് വേണ്ടി സമീപത്തെ സ്കൂളുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം ആദ്യ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയത്. പിന്നീട് ചില ഘട്ടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, മുന്നൊരുക്ക നടപടികളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. മാത്രമല്ല എല്ലാ
താലൂക്കുകൾ കേന്ദ്രീകരിച്ചും വില്ലേജുകൾ കേന്ദ്രീകരിച്ചും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും തയ്യാറാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം എത്തിച്ചേരുന്നതിനും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമും വലിയ രീതിയിൽ സജീവമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള വിവരങ്ങളാണ് ജില്ലാ ഭരണകൂടം നൽകുന്നതും. ആതിര. ശരി ജോസഫ്, സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയാണ് വിവിധയിടങ്ങളിൽ തുടരുന്നത്. വ്യാപകമായി കൃഷിനാശം ഉണ്ടാകുന്നു, നദികളിൽ ജലനിരപ്പ് ഉയരുന്നു, അതുപോലെ തന്നെ വൈദ്യുത ബന്ധം തകരാറിലാകുന്നു. നിരവധി മഴക്കെടുതികളാണ് സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.